നമസ്കാരം. ശ്രീരകം ആസ്ട്രോളജിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അടുത്ത മറ്റൊരു മാസത്തിലേക്ക് ചുവട് വയ്ക്കാൻ പോവുകയാണ് നമ്മൾ. മെയ് മാസം. ഈ കഴിഞ്ഞ സമയങ്ങളെയൊക്കെ അപേക്ഷിച്ച് മെയ് മാസത്തിലെങ്കിലും കൂടുതൽ ഗുണാനുഭവങ്ങൾ ലഭിക്കണേ എന്നതാണ് ഏവരും ആഗ്രഹിക്കുന്നത്. കൂടാതെ ഈ ഏപ്രിൽ മാസത്തിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചുള്ളവരാണെങ്കിൽ തുടർന്നും അതേ വർധനവോടുകൂടി സാമ്പത്തിക ഉന്നതിയോടുകൂടി മുന്നോട്ട് പോകണം എന്നതും ആഗ്രഹിക്കുന്നുണ്ട്. 27 നക്ഷത്രക്കാർക്കും മാറ്റം വരാൻ പോവുകയാണ് മെയ് മാസത്തിൽ. കാരണം 6 ഗ്രഹങ്ങളാണ് ഒരുമിച്ച് രാശിമാറ്റത്തിന് ഒരുങ്ങുന്നത്. ഇതിൻ്റെ ഫലം 27 നക്ഷത്രക്കാർക്കും ഉണ്ടാകും. എങ്കിൽ പോലും 5 നക്ഷത്രക്കാരുടെ ജീവിതത്തിലാണ് ഇത് വളരെയധികം മാറ്റത്തെ അല്ലെങ്കിൽ വളരെയധികം പ്രയാസങ്ങൾ ഒഴിഞ്ഞ ഒരു ജീവിത സാഹചര്യത്തെ നൽകാനായി പോകുന്നത്. ഈ 5 നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് മെയ് മാസം 1-ാം തീയതി മുതൽ ഗജകേസരി യോഗമാണ് ആരംഭിക്കുന്നത്. എല്ലാവിധ സുഖഭോഗങ്ങളും അനുഭവിക്കാനുള്ള ഭാഗ്യം കൂടി ഈ നക്ഷത്രക്കാരെ കാത്തിരിക്കുകയാണ്. അപ്പോൾ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്ന ഒരു കാര്യം വീണ്ടും ആവർത്തിക്കുകയാണ്. എല്ലാ നക്ഷത്രക്കാരും നിങ്ങളുടെ നക്ഷത്രം വരുന്ന ദിവസം അല്ലെങ്കിൽ പക്കനാൾ വരുന്ന ദിവസം, പിറന്നാൾ വരുന്ന ദിവസങ്ങളിലൊക്കെ കുടുംബക്ഷേത്ര ദർശനം മുടക്കാതിരിക്കുക. എത്ര ദൂരെയുള്ള ക്ഷേത്രമാണെങ്കിലും അന്നേ ദിവസം ആ ക്ഷേത്രത്തിന് വേണ്ടി മാറ്റിവെക്കുക. ഏത് ഒരു ജോലിയുള്ളവരാണെങ്കിൽ അന്ന് ലീവ് എടുത്ത്, അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ വിദ്യയിലൊക്കെ വിജയം ലഭിക്കുന്നതിന് കുടുംബക്ഷേത്ര ദർശനം വളരെയധികം അനിവാര്യമാണ്. കുടുംബ പരദേവതയുടെ അനുഗ്രഹമില്ലാതെ നമ്മൾ ഏത് ലോകത്ത് പോയി എന്തൊക്കെ ഗതി പിടിക്കാമെന്ന് വിചാരിച്ചാലും അത് സാധ്യമാവുകയില്ല എന്ന് അടിവരയിട്ട് പറയാവുന്നതാണ്. കാരണം കുടുംബദേവത, നമ്മുടെ അച്ഛനെയും അമ്മയും നമ്മൾ എത്രത്തോളം പരിപാലിക്കുന്നു അല്ലെങ്കിൽ സ്നേഹിക്കുന്നു, അതേപോലെ നമ്മുടെ കുടുംബദേവതയും നമ്മൾ പരിപാലിച്ച് കാത്തുപോരേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതൊന്നും അല്ല, നിങ്ങളുടെ നക്ഷത്രം ഒരു ദിവസം പോകാൻ സാധിച്ചില്ലെങ്കിൽ വർഷാവർഷം വാർഷികം എന്നൊരു ചടങ്ങ് നടക്കും. അന്നേ ദിവസമെങ്കിലും പോകുക. വെറും കൈയോടെ പോകാതിരിക്കുക. എന്തെങ്കിലുമൊക്കെ വഴിപാട് സമർപ്പിക്കുക. അല്ലെങ്കിൽ നിങ്ങളാൽ കഴിയുന്ന കാര്യങ്ങൾ, അതായത് ഒരു മാല ചാർത്താൻ. നമ്മുടെ വീടുകളിലെല്ലാം ചെറിയ ചെറിയ പൂക്കളുണ്ട്. അതുകൊണ്ട് സ്വന്തം കൈകൊണ്ട് തന്നെ ഒരു മാല ചാർത്തി ദേവനായാലും ദേവിയായാലും സമർപ്പിക്കാനൊക്കെ ശ്രമിച്ചു നോക്കുക. ജോലി ഇല്ലാത്തവർക്ക് ജോലി നടക്കുന്നതിന്, അല്ലെങ്കിൽ വിവാഹം വൈകുന്നവർക്ക്, എന്തെങ്കിലും വിവാഹത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ഇതൊക്കെ മാറ്റിത്തരാൻ ഏറ്റവും അധികം അല്ലെങ്കിൽ മുൻകൈ എടുക്കുന്നത് നമ്മുടെ കുടുംബ പരദേവത തന്നെയാണ്. അപ്പോൾ അവിടെ പോകാതെ ഇരിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടുകളും നമ്മുടെ ജീവിതത്തിൽ വന്ന് എന്നിരിക്കും. അപ്പോൾ എന്തൊക്കെ ഗ്രഹമാറ്റങ്ങൾ അനുകൂലത്തിൽ വന്നാലും ഈ ഒരു കടമ അല്ലെങ്കിൽ ഈ ഒരു കടമ്പ നമ്മൾ കടക്കാത്ത പക്ഷം നമ്മൾക്ക് ദുഃഖങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇവിടെ ഗജകേസരി യോഗമാണ് മെയ് മാസം മുതൽ 5 നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ 5 നക്ഷത്രക്കാർ മാത്രമല്ല, 27 നക്ഷത്രക്കാരും നിങ്ങൾക്ക് കഴിയുന്ന സമയങ്ങളൊക്കെ ദൂരെയാണെങ്കിൽ പോലും, അതുപോലെ വർഷാവർഷം വിദേശത്തൊക്കെ ഉള്ളവരാണെങ്കിൽ വിദേശത്ത് നിന്ന് ലീവിന് നാട്ടിൽ വരുമ്പോൾ ആ ഒരു സമയത്തെങ്കിലും കൈ നിറയെ സാധനങ്ങളുമായി നിങ്ങളാൽ കഴിയുന്ന കാര്യങ്ങൾ വാങ്ങിച്ച് ക്ഷേത്ര ദർശനം നടത്തുക. അത് വളരെയധികം പുണ്യം നിങ്ങൾക്ക് നൽകുന്നതാണ്. ഇനിയെങ്കിലും അത് മറക്കാതിരിക്കുക. അപ്പോൾ നമ്മൾക്ക് ഈ മെയ് മാസം 1-ാം തീയതി മുതൽ ഗജകേസരി യോഗം ആരംഭിക്കാൻ പോകുന്ന ആ നക്ഷത്രക്കാർ ആരൊക്കെയാണ്, അവർക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത് എന്നതിലേക്ക് കടക്കാം. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടർന്ന് കാണുക. മെയ് മാസം 1 മുതൽ ഗജകേസരി യോഗം ആരംഭിക്കാൻ പോകുന്ന, ഗജകേസരി യോഗത്തിൻ്റെ ഗുണാനുഭവങ്ങൾ ലഭിക്കാൻ പോകുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം ഭരണിയാണ്. ഭരണി നക്ഷത്രക്കാർക്ക് വരുന്ന മാസം മറ്റൊരു പുതുമാസമാണ് തുടങ്ങാൻ പോകുന്നത്. വളരെ അനുകൂലമായ സമയമാണ് നൽകാൻ പോകുന്നത്. വ്യാഴത്തിൻ്റെ മാറ്റമാണ് വളരെയധികം ഗുണാനുഭവങ്ങൾ നിങ്ങൾക്ക് ഗജകേസരി യോഗഭാവത്തിൽ നൽകുന്നത്. ഇതിൻ്റെ ഫലമായി ധനപരമായ നേട്ടം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. നിങ്ങളുടെ ഇപ്പോഴുള്ള സാമ്പത്തിക സ്ഥിതിയിൽ നിന്ന് ഗണ്യമായ ഒരു മാറ്റം മെയ് മാസത്തിൽ നിങ്ങൾക്കുണ്ടാകുന്നതാണ്. കൂടാതെ ആദിത്യൻ്റെ, ഭഗവാൻ സൂര്യൻ്റെ മാറ്റവും മികച്ചതായ ജീവിത സാഹചര്യങ്ങൾ, ജീവിത ചുറ്റുപാട് നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നതാണ്. ദാമ്പത്യ ജീവിതത്തിലെ സന്തോഷകരമായ നിമിഷങ്ങൾ ഭഗവാൻ സൂര്യൻ നിങ്ങൾക്ക് നൽകുന്നതാണ്. അപ്പോൾ ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷകരമായ നിമിഷം എന്ന് പറയുമ്പോൾ കലഹങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അകലുന്നതാണ്. അപ്പോൾ വിവാഹം കഴിക്കാത്ത ആളുകളുടെ കാര്യം പറയുമ്പോൾ ഉത്തമമായ ആലോചനകൾ, വിവാഹ ആലോചനകളൊക്കെ എത്താനുള്ള ഭാഗ്യം ഉണ്ടാകുന്നുണ്ട്. കൂടാതെ ഇവിടെ 6 ഗ്രഹങ്ങളുടെ മാറ്റമാണ് ഉണ്ടാകുന്നതെന്ന് ഞാൻ മുന്നേ തന്നെ പറഞ്ഞു കഴിഞ്ഞു. ശുക്രൻ്റെ സ്ഥാനം കൂടി എടുത്തു പറയേണ്ടതാണ്. അപ്പോൾ ശുക്രൻ്റെ രാശിമാറ്റം നിമിത്തം സാമ്പത്തികമായ വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഈ ഒരു കഴിഞ്ഞുപോയ സമയങ്ങളിൽ കടം വാങ്ങിക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ടാകും. സാമ്പത്തികമായി ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നിട്ടുമുണ്ടാകും. അപ്പോൾ ഇനി മെയ് മാസത്തിൽ ആ കടങ്ങളൊക്കെ തിരികെ നൽകാൻ തക്കതായ ധനലാഭം നിങ്ങളിലേക്ക് ഈ 6 ഗ്രഹങ്ങൾ
ഗ്രഹങ്ങളുടെ രാശിമാറ്റം നിമിത്തം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഗജകേസരി യോഗമാണ് ഈ മെയ് മാസത്തിൽ നിങ്ങളെ കാത്തിരിക്കുന്നത്. മെയ് മാസത്തിൽ ഗജകേസരി യോഗം തുടങ്ങുന്ന നക്ഷത്രക്കാരിൽ രണ്ടാമത്തെ നക്ഷത്രം കാർത്തികയാണ്. കാർത്തിക നക്ഷത്രക്കാർക്ക് മെയ് മാസം പല വിധേനയുള്ള നേട്ടങ്ങൾ നൽകുന്നുണ്ട്. അത് നിങ്ങൾക്ക് പോലും അത്ഭുതം തോന്നും. അതായത് നടക്കില്ല എന്ന് പറഞ്ഞ ചില കാര്യങ്ങൾ പോലും നടക്കുന്നതാണ്. ശുക്രൻ്റെ അനുഗ്രഹവും ഇവിടെ എടുത്തു പറയുന്നതിനാൽ തന്നെ പ്രണയം ഏതെങ്കിലും രീതിയിൽ അതിനെന്തെങ്കിലും ബുദ്ധിമുട്ട്, രണ്ട് കൂട്ടരിൽ നിന്ന് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ രമ്യതയിൽ പരിഹരിക്കാനും ആ പ്രണയത്തെ വിവാഹത്തിലേക്ക് എത്തിക്കാനൊക്കെ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ജീവിതത്തിൽ ഒരു മാറ്റം ഈ മാസത്തിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. വരുമാനത്തിൽ വർധനവുണ്ടാകും. ഇപ്പോൾ ജോലിയുള്ള ആളുകൾക്ക് വർധനവുണ്ടാകും വരുമാനത്തിൽ. കൂടാതെ ജോലിയില്ലാതെ വിഷമിക്കുന്ന ആളുകൾക്ക് ഉത്തമമായ ജോലി കൂടി ഇവിടെ ലഭിക്കുന്നതാണ്. ധനയോഗം വർദ്ധിക്കുന്നതിനാൽ തന്നെ ജോലി മെയ് മാസത്തിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ജോലിയില്ലാതെ വിഷമിക്കുന്ന കാർത്തിക നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ വിഷമത്തിന് അന്ത്യമാകുകയാണ്, അല്ലെങ്കിൽ അവസാനമാകുകയാണ് മെയ് മാസത്തോടു കൂടി. വിദേശ യാത്രയ്ക്കുള്ള ഭാഗ്യം തെളിയുന്നുണ്ട്. സർവ്വ സൗഭാഗ്യങ്ങളും ലഭിക്കുന്ന സമയം കൂടിയാണ് മെയ് മാസത്തോടു കൂടി ആരംഭം കുറിക്കാനായി പോകുന്നത്. മെയ് മാസത്തിൽ ഗജകേസരി യോഗം ജീവിതത്തിൽ വന്നു ഭവിക്കുന്ന നക്ഷത്രക്കാരിൽ അടുത്ത നക്ഷത്രം തിരുവാതിരയാണ്. തിരുവാതിര നക്ഷത്രക്കാർക്ക് അനുകൂലമായ പല മാറ്റങ്ങളും, നിങ്ങൾക്ക് അനുകൂലമായ, അതായത് കേസോ കോടതിയോ വഴക്കോ പ്രശ്നങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലും അനുകൂലമായ മാറ്റം നിങ്ങൾക്കുണ്ട്, അല്ലെങ്കിൽ അനുകൂലമായ നിങ്ങൾ ആഗ്രഹിക്കുന്ന മറുപടികൾ നിങ്ങൾക്ക് ലഭിക്കുന്ന സമയമാണ്. 6 ഗ്രഹങ്ങളാണ് രാശിമാറ്റത്തിന് ഒരുങ്ങുന്നത്. അതിനാൽ തന്നെ സത്യത്തിൻ്റെ ഭാഗം വിജയിക്കും എന്നത് തന്നെയാണ് ഇവിടെ എടുത്തു പറയേണ്ടത്. സന്തോഷകരമായ മാറ്റം, നിങ്ങളുടെ കുടുംബത്തിലേക്ക് നഷ്ടപ്പെട്ടു പോയ സന്തോഷം വീണ്ടും എത്തുന്നതാണ്. ധനപരമായി നേട്ടമുണ്ട്, കാരണം ശുക്രനും വ്യാഴവും അനുകൂലത്തിലാണ്. കർമ്മ മേഖലയിൽ ഉയർച്ചയുണ്ടാകുന്നതാണ്, ശമ്പള വർധനവുണ്ടാകുന്നതാണ്, പ്രമോഷൻ പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കൂടാതെ ഇവിടെ ഗജലക്ഷ്മി രാജയോഗവും നിങ്ങൾക്കുണ്ടാകുന്നുണ്ട് മെയ് മാസത്തിൽ. അതൊക്കെ വളരെ അധികം ജീവിത സാഹചര്യങ്ങൾ, വളരെ ജീവിത ചുറ്റുപാടുകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന നിങ്ങൾക്ക് ഇനി മെയ് മാസം മുതൽ മാറ്റത്തിൻ്റെ സമയം കൂടിയാണ്. തൃക്കേട്ടയാണ് അടുത്ത നക്ഷത്രം. മെയ് മാസം മുതൽ ഗജകേസരി യോഗം ആരംഭിക്കുകയാണ്. പലപ്പോഴും ഒരുപാട് പ്രതിസന്ധികൾ, ഏതൊരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോഴും എന്തെങ്കിലുമൊക്കെ മുടക്കങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം മാറാൻ പോവുകയാണ്. വിദേശ യാത്രയ്ക്കുള്ള തടസ്സം നീങ്ങുന്നുണ്ട്. വിദേശ വരുമാനം അനുഭവിക്കാനുള്ള യോഗം നിങ്ങൾക്കുണ്ടാകുകയാണ്. വീടുപണി, മുടങ്ങിക്കിടന്ന വീടുപണി പുനരാരംഭിക്കാനുള്ള യോഗം തെളിയുന്നുണ്ട്. കൂടാതെ അല്പം സ്ഥലം വാങ്ങണമെന്ന ഒരുപാട് നാളായുള്ള ആ മോഹം കൂടി പൂവണിയുന്ന സമയമാണ്. അതും ഉപരിപഠനത്തിനുള്ള യോഗം കൂടി നിങ്ങൾക്കുണ്ടാകുന്നുണ്ട്. ഇനി സ്കൂൾ തുറക്കുകയൊക്കെ ചെയ്യാൻ പോവുകയാണ്. ജൂൺ മാസമൊക്കെ ആകുമ്പോൾ ഉപരിപഠന യോഗം കൂടി നിങ്ങൾക്കിവിടെ തെളിയുന്ന സമയമാണ്. കുടുംബത്തിൽ സന്തോഷം, സമാധാനം, ഐക്യം, ഇതൊക്കെയും 6 ഗ്രഹങ്ങളുടെ രാശിമാറ്റം മെയ് മാസത്തിൽ നിങ്ങൾക്ക് നൽകുന്നുണ്ട്. ഉറച്ച തീരുമാനമെടുക്കാനുള്ള ആ ഒരു ശക്തി കൂടി, അല്ലെങ്കിൽ കഴിവ് കൂടി ഇവിടെ ശുക്രൻ്റെ അനുഗ്രഹത്തിൽ നിങ്ങൾക്കുണ്ടാകുന്നതിനാൽ തന്നെ വിവാഹത്തിൽ അനുകൂല തീരുമാനം എടുക്കാനും നിങ്ങൾക്ക് സാധിക്കുന്ന സമയമാണ് വരാൻ പോകുന്ന മെയ് മാസം. മെയ് മാസത്തിൽ ഗജകേസരി യോഗം ലഭിക്കുന്ന, അല്ലെങ്കിൽ ഗജകേസരി യോഗ ഗുണാനുഭവങ്ങൾ ലഭിക്കാൻ പോകുന്ന നക്ഷത്രക്കാരിൽ അടുത്ത നക്ഷത്രം ഉത്രട്ടാതിയാണ്. പരീക്ഷകളിൽ വിജയം ലഭിക്കുന്ന സമയമാണ് ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് മെയ് മാസം. അതുപോലെ തന്നെ കുടുംബത്തിൽ സന്തോഷം, സമാധാനം, ഐക്യം, ഇതൊക്കെ വർദ്ധിക്കുന്നതാണ്. ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കുന്ന സമയമാണ്. സന്തോഷം, ഒരുപാട് നാളെ എന്തെന്നറിയാത്ത നിങ്ങൾക്ക് മെയ് മാസം വളരെയധികം സന്തോഷിക്കാനും മനസ്സറിഞ്ഞിരിക്കാനുമുള്ള അവസരം ശുക്രൻ തന്നെ കൊണ്ടുവന്ന് നൽകുന്നതാണ്. ജീവിതം ഉറപ്പാകുന്ന, അതായത് ജീവിതത്തിൽ മുന്നോട്ട് എങ്ങനെ എന്ന് ആലോചിച്ചിട്ട് നിങ്ങൾക്ക് രണ്ടും കൽപ്പിച്ച് എങ്ങനെയെങ്കിലും ആകട്ടെ എന്നൊരു ചിന്തയിലായിരുന്നു മുന്നോട്ട് പോയത്. പക്ഷേ എങ്ങനെയെങ്കിലും ആവുകയല്ല. ഇവിടെ ശുക്രൻ്റെ അനുഗ്രഹം നിമിത്തം നല്ല രീതിയിൽ കഴിയാനുള്ള സാമ്പത്തിക സ്ഥിതി കൂടി മെയ് മാസം മുതൽ ഉണ്ടാകുന്നതാണ്. സാമ്പത്തിക നിലയിൽ നിങ്ങൾ എഴുതി കുറിച്ച് വെച്ചോളൂ, മെയ് മാസം മുതൽ ഗണ്യമായ മാറ്റമാണ് ശുക്രൻ നൽകാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, ഭാവിയിലേക്ക് എന്തെങ്കിലും നിക്ഷേപങ്ങൾ തുടങ്ങണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് മെയ് മാസത്തിൽ അത് തുടങ്ങാവുന്നതാണ്. അങ്ങനെ നല്ല സമയത്ത് ചെയ്യുന്ന കാര്യങ്ങൾ, അതായത് നമ്മളൊരു LICക്ക് ചേരുന്നു, അല്ലെങ്കിൽ ഒരു ചിട്ടിക്ക് ചേരുന്നു. ആദ്യം ഒരു എടുത്തു ചാടി അങ്ങ് ചേരുന്നു. പക്ഷെ പിന്നീട് അടുത്ത മാസം വരുമ്പോൾ അടയ്ക്കാൻ തുകയില്ലാതെ വരുമ്പോൾ അത് പെൻഡിങ് ആയി, പിന്നെ ആകെ
ഒന്നും അങ്ങോട്ട് കൊടുത്തതും തിരിച്ച് കിട്ടാത്ത അവസ്ഥയിലേക്ക് പോകും. അതെന്തെന്നാൽ നമ്മൾ ചേർന്ന്, അതായത് ചിട്ടിയിലോ അല്ലെങ്കിൽ LICയിലോ തുടങ്ങിയ കാര്യങ്ങളിലേക്ക് ചേർന്ന സമയം നമ്മൾക്ക് അനുകൂലമല്ല. അതിനാലാണ് ഭാവിയിലേക്കുള്ള ആ നിക്ഷേപം അവിടെ സ്റ്റോപ്പ് ആകേണ്ടി വന്നത് അല്ലെങ്കിൽ ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നത്. പക്ഷേ ഇവിടെ ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് മെയ് മാസം വളരെ അനുകൂലമായതിനാൽ തന്നെ എന്തെങ്കിലുമൊക്കെ സേവിങ്സ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഒരു നീക്കിയിരിപ്പ് എന്നോണം ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ നല്ല സമയമാണ് എന്നതാണ് ഇവിടെ എടുത്തു പറയാനുള്ളത്. അപ്പോൾ മെയ് മാസത്തിൽ ഗജകേസരി യോഗമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ ചെയ്യേണ്ടത് സ്ഥലദൈവത്തെ പ്രാർത്ഥിക്കുക, കുടുംബ പരദേവതയുടെ അനുഗ്രഹം എത്രത്തോളം ലഭിക്കാൻ കഴിയുന്നു അത്രത്തോളം നേടിയെടുത്തുകൊള്ളുക. നല്ലൊരു സമയം വരുമ്പോൾ എങ്ങു നിന്നും അല്പം ബുദ്ധിമുട്ടുകളോ കണ്ണേറോ കമ്പേറോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അപ്പോൾ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ ചരട് ജപിച്ച്, കറുത്ത ചരടാകാം അല്ലെങ്കിൽ ഇഷ്ടമുള്ള നിങ്ങൾക്കത് ജപിച്ച് കയ്യിൽ ധരിക്കുന്നതും ഉത്തമമായ ഫലങ്ങളൊക്കെ ലഭിക്കുന്നതിന് സഹായിക്കുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി.